ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇന്നാണ് പുറപ്പെടുക. 1 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടും. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബ് ഇന്ന് സന്നിധാനത്തെത്തുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, തിരുവാഭരണ ഘോഷയാത്രയുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര 1 മണിക്ക് മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അല്പസമയം മുൻപാണ് സ്ട്രോങ് റൂമിൽ നിന്ന് തിരുവാഭരണം എടുത്ത് ഇത്തവണ ക്ഷേത്രത്തിലല്ല ഈ തിരുവാഭരണം ദർശനത്തിന് വേണ്ടി വെക്കുന്നത്, അത് പുറത്താണ്. കാരണം ഈ രാജകുടുംബത്തിലെ ഒരു അംഗം മരിച്ചതിനാൽ അവർക്ക് അശുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിലല്ല ഇത് വെക്കുന്നത്. മറ്റ് വാദ്യഘോഷങ്ങളുടെ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് തിരുവാഭരണം ശരണവിളികളുടെ മാത്രം അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് കൊട്ടാരത്തിന് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ക്ഷമിക്കണം, ഇത് കൃത്യം 1 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ഘോഷയാത്രയായി കൊണ്ടുപോകും. ആദ്യം കുളനട ദേവീ ക്ഷേത്രത്തിലായിരിക്കും ഇതിന് ദർശനത്തിന് വേണ്ട സൗകര്യമൊരുക്കുക. ഇപ്പോൾ ഏതാണ്ട് കുറച്ചാളുകൾ മാത്രമേ ഈ പ്രദേശത്തേക്ക് ഇത് ദർശിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കൃത്യം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇത് കൊണ്ടുപോകുന്ന സമയത്ത്, ഈ തിരുവാഭരണം കൊണ്ടുപോകുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്ര പരിസരത്തുണ്ടാകും. ഇന്നേ ദിവസം വടശ്ശേരിക്കരയിൽ അവസാനിച്ച് വടശ്ശേരിക്കരയിൽ നിന്ന് നാളെ തുടങ്ങി തൊട്ടടുത്ത ദിവസം 15-ാം തീയതി വൈകുന്നേരത്തോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ വലിയൊരു അകമ്പടി, ഒരു സേനയുടെ വലിയൊരു അകമ്പടി ഇതിന് ഉണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് ശബരിമലയിലും അതുപോലെ തന്നെ പമ്പയിലും ഒക്കെ തന്നെ ഉള്ളത്. നിറയെ ജനങ്ങളാണ് ഉള്ളത്. എന്നാൽ ഈ ഒരു തിരുവാഭരണം കടന്നു പോകുന്ന മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് DGP കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സേന ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ രാജപ്രതിനിധികൾ ഇത്തവണ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് എത്തുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബത്തിലെ ഒരു അംഗം മരിച്ചതിനാൽ അവർക്ക് അശുദ്ധിയുണ്ട്. അതുകൊണ്ട് രാജപ്രതിനിധികളില്ല. പുണ്യാഹം തെളിച്ച് അത്തരത്തിലുള്ള പൂജകൾ മാത്രം ചെയ്ത് അവിടെ നിന്ന് തിരുവാഭരണം എടുത്തു കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഉണ്ടായത്. നമുക്ക് പുറകിലാണ് ആ തിരുവാഭരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൃത്യം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ തിരുവാഭരണം ഇവിടെ നിന്ന് എടുക്കും. ആദ്യം കുളനട ക്ഷേത്രത്തിലായിരിക്കും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് ശേഷം ആളുകൾക്ക് ദർശനം നടത്താനുള്ള അവസരം നൽകിയതിനു ശേഷം ഇത് പമ്പയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് നേരെ പമ്പ വഴിയല്ല പോകുന്നത്, അവിടെ നിന്ന് നേരെ സന്നിധാനത്തേക്ക് തിരുവാഭരണ പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. പാണ്ടിത്താവളം വഴി ആണ് കടന്നു പോവുക. എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. മറ്റന്നാളാണ് മകരവിളക്ക്. നിങ്ങൾക്കറിയാം, ജനുവരി 15-നാണ് പൊന്നമ്പലമേടിൽ മകരജ്യോതി തെളിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.